ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല കിടിലനായിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പി ആട്ടോ. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ ഏത് കൊച്ചുകുട്ടിക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടോ. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. 1/4 കപ്പാട്ടോ നമ്മൾ കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് മൈദയും കൂടെ ഇടണം. അങ്ങനെ 1 കപ്പാണ് നമുക്ക് ടോട്ടൽ ഫ്ലോർ വരുന്നത്. ഇത് 1/2 kg മെഷർമെൻ്റ് ആട്ടോ നമ്മുടെ ഈ ഒരു ബ്രൗണി. അപ്പോൾ അങ്ങനെ മൈദയും കൊക്കോ പൗഡറും മാറ്റി വെച്ചു. പിന്നെ 200 ഗ്രാം ആട്ടോ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. അതിൽ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ 200 ഗ്രാം എടുത്തിട്ടുള്ളത്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട്. അതൊരു 100 ഗ്രാം ഇട്ട് കൊടുത്തു. ഇനി ഇത്തിരിയും കൂടെ ഒരു ഓയിലി ആയിട്ട് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഓവനിൽ വെച്ചുട്ടാം. ഇനി അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് മുട്ട 3 എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 3 മുട്ട എടുത്തു. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ട് പൊടിയണം കേട്ടോ നമ്മുടെ ആ ഒരു പഞ്ചസാര. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വാനിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബീറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിസ്ക് തന്നെ മതിയിട്ടാണ് നമ്മളിതിലേക്ക്. ഇപ്പോൾ അതേ നമ്മൾ നേരത്തെ മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെ ആ ഒരു മിക്സ് കുറച്ച് ചൂടാറിയിട്ട് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. നല്ല ചൂട് കൊടുക്കണേ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എഗ്ഗ് കുക്കാവും. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗണി പക്കയായിട്ട് കിട്ടില്ല. അപ്പം അങ്ങനെ അതേ കുറേശ്ശെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മൈദയും നമ്മുടെ കൊക്കോ പൗഡറും കൂടെ അരിച്ചിട്ടിട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും തന്നെ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ മൈദയുടെ ആ ഒരു മിക്സും കൂടെ ഇട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടും ആൽമണ്ടും പിന്നെ അതുപോലെ ഹേസിൽ നട്ടും ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ബ്രൗണിയുടെ ഉള്ളിൽ വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആയിട്ടുണ്ടാവില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടാട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടിന്ന് ഏതാണോ അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഈ ഒരു എല്ലാ സൈഡിലെല്ലാം ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ ഞാൻ ഏകദേശം ഈ ഒരു ബാറ്റർ എനിക്ക് കുക്കായി കിട്ടാൻ 45 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇതേ നമ്മുടെ ബ്രൗണി നല്ല റിച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും ഫ്ലോപ്പ് ആവാതെ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കുക. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.